നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 90. അനൃതമൊരസ്ഥിതയേ മറയ്ക്കുകില്ലെന്നനുഭവമുണ്ട് സദസ്തി എന്നിവണ്ണം അനുപദമസ്ഥിതയാൽ ഇതാവൃതം സദ്ഘനമതിനാലെ കളേബരാധികാര്യം. ഏത് വസ്തുവിനും ഒരു സന്മാത്ര സത്തയുണ്ട്. അതുപോലെ തന്നെ സുവ്യവസ്ഥിതമായ ഒരു ഘടനയും വിധാനീയതയും. ഒന്നിൻ്റെ വിധാനീയതയും വൃത്തിയും വേറൊന്നിൻ്റേതിന് പരിപൂരകമായി വരുന്നു. ഒരു പൂവിൻ്റെ അഴകും സൗരഭ്യവും ദളങ്ങളുടെ സ്ഥാനവും പരാഗണ സൗകര്യവും ഒരു പ്രത്യേക തരത്തിലുള്ള ശലഭത്തിൻ്റെ രുചിക്കും ശാരീരിക ഘടനയ്ക്കും ചേരുന്ന മാതിരി ആവുകയാൽ അതിൻ്റെ തേൻ നുകരലിനോടൊപ്പം തന്നെ പരാഗണവും നടക്കുന്നു. രാത്രിയും പകലും സൂര്യൻ്റെ താപവും മേഘം ചൊരിയുന്ന വർഷവും എല്ലാം ജീവന്റെ വൃദ്ധിക്കും പെരുക്കത്തിനും സഹായകമായിരിക്കുന്നു. ഇങ്ങനെ സൂക്ഷ്മരേണുക്കൾ മുതൽ നക്ഷത്രജാലങ്ങൾ വരെ എല്ലാം ഒരു ചങ്ങലയിൽ എന്ന പോലെ തൊടുത്തു കിടക്കുന്നു. അതിൻ്റെയെല്ലാം അതിസൂക്ഷ്മമായ അംശത്തിൽ പോലും അതിശയേന പെരുമാറുന്ന ഒരു നിയാമക സത്യമുണ്ട്. അതിനെ ഋതം എന്ന് പറയുന്നു. കയറു കണ്ടിട്ട് പാമ്പെന്ന് വിചാരിക്കുന്നതും മുത്തുച്ചിപ്പി കണ്ടിട്ട് വെള്ളിയാണെന്ന് കരുതുന്നതും അനൃതമാണ്. തെറ്റിദ്ധാരണ അധികകാലം നിൽക്കുകയില്ല. വൈദ്യനല്ലാത്തവൻ വൈദ്യനാണെന്ന് നടിക്കുകയും പാട്ടറിയാത്തവൻ ഭാഗവതരാണെന്ന് നടിക്കുകയും ചെയ്താൽ അവരുടെ പ്രയോഗ ചാതുരി കാണിക്കേണ്ടി വരുന്ന അവസരത്തിൽ കള്ളം പുറത്തു ചാടും. അനൃതം ഒരിക്കലും ഭൂഷണമല്ല, അത് ഭയത്തെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഏവർക്കും അവരുടെ സ്വധർമ്മം മാത്രം ശ്രേയസ്കരമായിരിക്കുന്നു എന്നും പരധർമ്മം ഭയാവഹമായി ഭവിക്കും എന്നും പറഞ്ഞിരിക്കുന്നത്. കള്ളത്തെ അധിക നാൾ പൊതിഞ്ഞുകൊണ്ട് നടക്കുവാൻ കഴിയുകയില്ലെന്നുള്ള അനുഭവം ഏവർക്കുമുണ്ട്. ജീവിതാനുഭവം എന്ന് പറയുന്നത് ഞാൻ ഇത് എന്നിങ്ങനെ പ്രമാതാവിൻ്റെയും പ്രമേയത്തിൻ്റെയും വശത്തുനിന്ന് അസ്ഥിതയെ ആവർത്തിച്ച് തിരിച്ചറിയുകയും ഓരോന്നിൻ്റെയും അസ്ഥിതയിലുള്ള വിധാനീയത പ്രതിജ്ഞ ചെയ്യുന്ന പ്രക്രിയകളെ അംഗീകരിക്കുകയോ അവയോട് പ്രതികരണം കാട്ടുകയോ ഒക്കെ ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് സദസ്തി എന്ന് ഓരോ വിഷയത്തെയും മനസ്സാ അംഗീകരിക്കുമ്പോൾ പറഞ്ഞു പോകുന്നു. ഉണ്ടെന്ന് പറയുമ്പോഴും ഇല്ലെന്ന് പറയുമ്പോഴും അറിവിനെ വിശേഷിപ്പിക്കുകയാണ്. ഒന്നുകിൽ അറിവിനെ സദ്ഘനമായി കാണുന്നു, അല്ലെങ്കിൽ ചിദ്ഘനമായി കാണുന്നു. അറിയപ്പെടുന്ന വസ്തുവും അറിയുന്ന ബോധവും ഒരുപോലെ ഉണ്മയെ സാധൂകരിക്കുന്നതാകയാൽ എല്ലാം സദ്ഘനമാണെന്ന് പറയാം. ഈ ശരീരവും അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന അനേക വസ്തുക്കളും അവയെ എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ലോകവും ഈ ശരീരത്തിൽ സുവ്യവസ്ഥിതമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളും അവയുടെ കർമ്മശക്തിയും ധാരണയും അന്ധക്കരണവും എല്ലാം കാര്യരൂപത്തിൽ വിസ്തൃതമായി കിടക്കുന്ന സത്തു തന്നെയാണ്. ഓ